2013 മുതൽ 2016 വരെ ലക്കിടി നെഹ്റു ഗ്രൂപ്പിന് കീഴിലുള്ള ജവഹർലാൽ കോളേജിൽ അധ്യാപകനായ സഞ്ജു പ്രസാദാണ് മാനേജ്മെന്റിനെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നെഹ്റു ഗ്രൂപ്പിൽ ട്രസ്റ്റി കൃഷ്ണദാസ് കഴിഞ്ഞാൽ മുഴുവൻ അധികാരവും PRO സഞ്ജിത് വിശ്വനാഥനാണ്. ഇയാൾ വിദ്യാർത്ഥികളെ മർദ്ദിക്കാറുണ്ട്. ബോർഡ് വെച്ചില്ലെങ്കിലും സഞ്ജിത്തിന്റെ മുറി ഇടിമുറി തന്നെയാണെന്ന് സഞ്ജു പറയുന്നു. അങ്ങനെ ഇടിമുറി എന്ന് പറഞ്ഞൊരു സ്പെസിഫൈഡ് ഒരു ബോർഡ് വെച്ചൊരു റൂമോ ഒന്നും അവിടെയല്ല. ആക്ച്വലി അവിടെ ഉള്ളത് PRO എന്ന് പറയുന്ന ഈ സഞ്ജിത് സാറ്, KP പഴയ മന്ത്രി KP വിശ്വസാറിൻ്റെ മകനായിട്ടുള്ള സഞ്ജിത് സാറ്, പുള്ളി കുട്ടികളെ ശാരീരികമായി ഉപദ്രവിക്കാറുണ്ട്. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഓവറായിട്ട് ആദ്യമേ ഒക്കെ പറയുന്നതൊന്നും റെഡി ആയില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴത്തേക്ക് പുള്ളി വരികയും പിടിച്ചുകൊണ്ട് പോയിട്ട് ഒരു റൂമിൽ, അത് എവിടെയാണെന്ന് പറഞ്ഞാൽ പുള്ളി ഇരിക്കുന്ന എവിടെയാണോ ആ ഒരു റൂമിലേക്ക് കൊണ്ടുപോവുകയും കുട്ടികളെ മർദ്ദിക്കുകയും ചെയ്യുന്ന കാര്യം സത്യമാണ്. തല്ലുന്നത് നേരിൽ കണ്ടിട്ടില്ല, പക്ഷേ തല്ലുകൊണ്ട് കുട്ടികൾ ഈ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ മർദ്ദനമേറ്റ ആൾക്കാർ വരുന്നതും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അധ്യാപകരെക്കാൾ മാനേജ്മെന്റിന്റെ സ്വന്തം അഡ്മിനിസ്ട്രേറ്റീവ് ജീവനക്കാരാണ് കോളേജിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്നും സഞ്ജു പറഞ്ഞു. മറ്റു ജോലികൾ ലഭിച്ച് പോകേണ്ടി വരുന്ന അധ്യാപകർ ഭീമമായ തുക ഫൈൻ ഒടുക്കിയാൽ മാത്രമേ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുള്ളൂ എന്ന അവസ്ഥയാണ് നെഹ്റു കോളേജിൽ നിലനിൽക്കുന്നതെന്നും അധ്യാപകൻ ആരോപിച്ചു. വിദ്യാർത്ഥികൾ ഇതുവരെ ഉന്നയിച്ച കാര്യങ്ങൾ ശരിയാണെന്ന നിലപാടാണ് സഞ്ജു സ്വീകരിക്കുന്നത്. ശ്രീജിത് ശ്രീകുമാരൻ, റിപ്പോർട്ടർ, പാലക്കാട്.